രാത്രി 1:30 അടുപ്പിച്ചാണ് വലിയ മഴയോടുകൂടി വെള്ളത്തിന്റെ വരവ് തുടങ്ങിയത്. അന്നേരം തന്നെ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലും MLA PA ഒക്കെ വിളിച്ച് പറഞ്ഞു, വ്യാപാരി വ്യവസായ പ്രസിഡന്റിനൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. കുറച്ച് പേർക്ക് അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റി. പക്ഷെ ഒരിക്കലും ഇത്രയും വെള്ളം വരുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ 2018 ഒരു ഓർമ്മയാണ് വന്നത്. എങ്കിൽ 2018 അപേക്ഷിച്ച് നഷ്ടം കുറവാണ്. പക്ഷേ ടൗണിലുള്ള കടകൾക്കെല്ലാം ഓണത്തിന്റെ സ്റ്റോക്ക് എല്ലാവരും ചെയ്തിരുന്നതുകൊണ്ട് അതിഭീമമായ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതൊരിക്കലും അവർക്ക് പറഞ്ഞില്ല. എല്ലാം ഈ 2018 നിന്ന് നിവർന്ന് വരുന്ന സമയത്താണ് വീണ്ടും റാന്നിക്കാർക്ക് നട്ടലിന് കിട്ടിയൊരു അടി പോലത്തെ ഒരു അവസ്ഥ, നടുവടിയുന്നൊരവസ്ഥയായിപ്പോയി. ബിസിനസ് കയറി വരാൻ വലിയ പാടായിരിക്കും റാന്നിയിലെ മറ്റു വ്യാപാരികൾക്ക്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്രയും ലോസ് ഇല്ല, എന്നാലും തട്ടിക്കൂട്ടി രക്ഷമാണ്. നഷ്ടം കണക്കാക്കിയിട്ടില്ല ഇതുവരെ, ഒന്നും അങ്ങനെ പറയാറായിട്ടില്ല. കാരണം സ്റ്റാഫെ കുറച്ച് പേര് കുറേ സാധനങ്ങൾ മാറ്റിയിട്ടേ ഉള്ളൂ. ബാക്കി എന്താണെന്നുള്ളത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആളുകൾ വരാനുള്ളവരെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി ആ 2 നിലയുള്ള വെള്ളക്കൊക്കെ എത്തിക്കുന്ന ആൾക്കാർ വെളുപ്പിൽ ഒരു 3:30 എഴിച്ചു. അപ്പോൾ വെള്ളം ഇവിടെ വരെ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനം എല്ലാം പറയ്ക്കും മേളിലാക്കി. അത് തൊട്ട് പുറത്ത് നിൽക്കുക. അത് 2018 പെട്ടെന്ന് വെള്ളം കയറുമായിരുന്നു. 2018 ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2018 ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം കയറിയതാണ്. ഈ പ്രാവശ്യം കുറവാണ്. നാശനഷ്ടം ഞങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഇവിടെ കടകളിലൊക്കെ ഒരുപാട് എല്ലാ കടയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ താമസിക്കുന്ന റൂം മൊത്തം വെള്ളം കയറി. വെളുപ്പിന് ഒരു 3:30 ഇതിനകത്തൊക്കെ കയറി വെള്ളം. ഞങ്ങൾ എല്ലാം സാധനം എല്ലാം പറക്കി മേളിൽ പോയി. ഇവിടെ എല്ലാവരും ഉറക്കമായിരുന്നു.